തലസ്ഥാനത്തെ മരണശൈലിയിലാക്കിയ നഗരസഭാ ഭരണകൂടം. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ആമയിഴച്ചൽ തോട് വൃത്തിയാക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ജോയിയുടെ സംഭവം വിരൽ ചൂണ്ടുന്നത് നഗരസഭയുടെ ഭരണപരാജയങ്ങളിലേക്കാണ്. വെള്ളക്കെട്ട് പരിഹരിക്കാനും മാലിന്യ സംസ്കരണത്തിനും ഒന്നും ചെയ്യാത്ത തിരുവനന്തപുരം നഗരസഭ ചെലവാക്കിയത് വകയിരുത്തിയ തുകയുടെ 1/3 താഴെ മാത്രം. റെയിൽവേയുടെ സ്ഥലത്താണ് മാലിന്യമെന്ന് പറഞ്ഞ് നഗരസഭ കൈ കഴുകിയെങ്കിലും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാൻ നഗരസഭയ്ക്ക് കഴിയുകയില്ല. മാലിന്യങ്ങൾ റെയിൽവേയുടെ സ്ഥലത്ത് ഒഴുകിയെത്തിയത് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്. കൃത്യമായി വൃത്തിയാക്കലോ മാലിന്യ നിർമ്മാർജ്ജനമോ ഇല്ലാതെ മഴ ശക്തമാകുമ്പോൾ ഇവിടേക്ക് മാലിന്യം ഒഴുകിയെത്തുകയാണ്. തോട് ടണൽ രൂപത്തിലാകുമ്പോൾ മാലിന്യം കെട്ടി നിൽക്കുകയും ചെയ്യുന്നു. തമ്പാനൂർ ഭാഗത്തെ വെള്ളക്കെട്ടിന് പ്രധാന കാരണവും ഇത്തരത്തിൽ മാലിന്യം അടിഞ്ഞുകൂടി തോടിന്റെ ഒഴുക്ക് നിലയ്ക്കുന്നതാണ്. അതേസമയം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള തർക്കമാണ് അപകടമുണ്ടായ സ്ഥലത്തെ പ്രശ്നമെന്നാണ് പറയുന്നത്. റെയിൽവേ പറയുന്നു കോർപ്പറേഷൻ ചെയ്യണമെന്ന്, കോർപ്പറേഷൻ പറയുന്നു റെയിൽവേയാണ് ചെയ്യേണ്ടതെന്ന്. റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കമുണ്ടായാൽ അത് പരിഹരിക്കാനല്ലേ ഒരു സർക്കാർ ഉള്ളത്? രണ്ടു കൂട്ടരുടെയും യോഗം വിളിച്ച് പരിഹാരത്തിന് മുൻകൈ എടുക്കേണ്ടത് തദ്ദേശ മന്ത്രിയായിരുന്നു. എന്നാൽ സർക്കാരും മന്ത്രിയും അതിന് തയ്യാറായില്ല. ഈ കെടുകാര്യസ്ഥതയാണ് ഈ അപകടത്തിന് കാരണമെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു.